സ്തോത്രം. എല്ലാ പൂർണ്ണരായ ദേവദാസന്മാർ സഹോദരന്മാർ നിങ്ങൾക്ക് ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാവിലെ നമ്മൾ തുടങ്ങി വെച്ച അതേ വേദഭാഗം ചിന്തിപ്പാനായിട്ടാണ് ഇന്ന് രാത്രിയിലും ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. അത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത മഹാനിയോഗം ലൂക്കോസിൻ്റെ എഴുത്തുകളിൽ മാത്രമല്ല മറ്റെല്ലാ സുവിശേഷങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതിൽ ലൂക്കോസിൻ്റെ വേർഷനാണ് നമ്മൾ രാവിലെ മുതൽ പരിശോധിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങളെ 3ആയിട്ട് ചിന്തിക്കുവാനായിട്ട് നമ്മളൊന്ന് വിഭജിച്ചിരുന്നു. 44 മുതൽ 46 വരെ മഹാനിയോഗം കർത്താവ് കൊടുക്കുമ്പോൾ അതിൽ ഉള്ള സന്ദേശത്തെക്കുറിച്ച് ഒരു ശരിയായ ധാരണ അവർക്ക് ആവശ്യമായത്. അത് കേന്ദ്രീകരിച്ചാണ് 44 മുതൽ 46 വരെയുള്ള വേദഭാഗം. 47-48 വാക്യത്തിൽ പ്രധാന സന്ദേശം പാപമോചനവും മാനസാന്തരവുമാണ്. 49-ാം വാക്യം 3-ാമത്തെ പിരിവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയാണ് സന്ദേശം പ്രസംഗിക്കപ്പെടേണ്ടത്. ഇങ്ങനെ 3ആയിട്ട് നമ്മൾ ആ വേദഭാഗത്തെ ഒന്ന് തിരിച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ധ്യാനിക്കുക. 44 മുതൽ 46 വരെയുള്ള ഭാഗം. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സംക്ഷിപ്തമായി പറഞ്ഞാൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കും എന്നുപോലും അവർക്ക് ഒരു ധാരണയില്ലായിരുന്നു. വളരെ ഭയന്ന് സംശയിച്ച് ഇരിക്കുന്നവരായിട്ടാണ് കർത്താവ് അവരെ കണ്ടുമുട്ടുന്നത്. എന്നിട്ട് ആദ്യം അവിടുന്ന് അവരോട് സംസാരിക്കുന്നത് അവരോട് കൂടെ ഇരുന്ന കർത്താവാണ് എന്നവർക്ക് ചില ഉറപ്പുകൾ കൊടുത്ത് ശേഷം 44-ാം വാക്യം മുതൽ പഴയ നിയമഭാഗങ്ങളിലെല്ലാം മശിയ കഷ്ടമനുഭവിക്കണം, ക്രൂശിക്കപ്പെടണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തിരുവെഴുത്തിലൂടെ അവർക്ക് തെളിയിച്ചു കൊടുക്കുകയാണ്. യഹൂദന്മാരെന്ന നിലയിൽ അവർക്ക് മെസ്സിയായെക്കുറിച്ചുള്ള സങ്കല്പത്തിന് വളരെ വിപരീതമായിട്ടാണ് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അവർ കണ്ടത്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് കഷ്ടാനുഭവങ്ങളും ക്രൂശുമരണവും ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നത്. യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പക്ഷെ മെസ്സിയയുടെ ശുശ്രൂഷയെക്കുറിച്ച് വേണ്ട നിലയിൽ അവർക്കൊരു ധാരണ ഇല്ലാതെ പോയി. അത് കർത്താവ് പറയാതിരുന്നത് കൊണ്ടല്ല. അവിടുത്തെ പരസ്യ ശുശ്രൂഷയിൽ അവിടുന്ന് ആവർത്തിച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അന്ന് അവർക്ക് വേണ്ട നിലയിൽ അത് ശ്രദ്ധിക്കാൻ കഴിവില്ലാതെയിരുന്നു. അതവർ കർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചില്ല എന്നതും നമ്മൾ നോക്കുകയുണ്ടായി. പക്ഷെ കർത്താവ് അവരെ ആ സ്നേഹം നിങ്ങളൊന്ന് നോക്കുകയും ഇത്രയും നാളെ കൊണ്ട് നടന്ന് വചനവും പഠിപ്പിച്ച് ഒക്കെ ആയിട്ടോ ഒന്നും മനസ്സിലായി. എന്നാൽ പിന്നെ നിങ്ങളെ കളഞ്ഞേച്ച് അടുത്ത കുറേ ആളുകളെ എടുക്കാം എന്നതല്ല നമ്മൾ കാണുന്നത്. അവരോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിട്ടാണ്
44 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടത്. ഇതിൻ്റെ കാരണം അവരെ കുട്ടിക്കാലം തൊട്ടേ പഠിപ്പിച്ചത് മറ്റൊന്നാണ്. അവരുടെ വേദശാസ്ത്രം ഈ കാര്യങ്ങളിൽ മറ്റൊരു വ്യാഖ്യാനമാണ് അവർക്കുണ്ടായത്. മെസ്സിയ ഒരു ജയാളി എന്ന വാക്കുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മാനുഷികമായി ഭൗതികമായി ജയാളിയായ ഒരാളായിട്ട്, ഒരു പട്ടാള മേധാവിയായിട്ട് അവർ മനസ്സിലാക്കി. തീർച്ചയായിട്ടും യേശു കർത്താവ് ജയാളിയാണ്, ക്രൂശിലാണ് ഏറ്റവും വലിയ ജയം. പക്ഷെ അതവർക്ക് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുകയാണ്. അപ്പൊ കർത്താവ് വചനത്തിലൂടെ യഥാർത്ഥ വ്യാഖ്യാനം കൃത്യമായി വ്യാഖ്യാനിച്ച് ഇതൊക്കെയാണ് നിവൃത്തിയായത് അവരെ പറഞ്ഞ് ബോധ്യം ആക്കുകയായിരുന്നു. അപ്പം ഇതിനുള്ള ബന്ധത്തിൽ നമ്മുടെ ഇന്നത്തെ ദൈവസഭയിലെ ദൈവവചനത്തോടുള്ള മനോഭാവത്തെയും നമ്മൾ കാണുകയുണ്ടായി. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് സംക്ഷിപ്തമായി ഞാൻ പറയാൻ ഇന്ന് രാവിലെ തുടങ്ങി വെച്ചത്. അപ്പം ഇതിനോട് ചേർന്ന് ആ 44 മുതലുള്ള വാക്യങ്ങളിൽ തന്നെ ഇന്നും ആധുനിക പ്രാദേശിക സഭകളിൽ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം പലപ്പോഴും കൃത്യതയോടുകൂടി അല്ല ആളുകൾ പറയുന്നത്. അത് വളരെ ഗൗരവമായിട്ട് സഭയുടെ ആത്മീയതയെ ബാധിച്ചിട്ടുണ്ട്. ഈ ശിഷ്യന്മാരുടെ വേദശാസ്ത്രം പൂർണ്ണമല്ല. കുറേയൊക്കെ കാര്യങ്ങൾ അവർക്കറിയാം. പക്ഷേ ഈ മശിയായുടെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും ക്രൂശമരണത്തെക്കുറിച്ചും ഒരു കിട്ടാനില്ല. ആ ഭാഗം കർത്താവ് പറഞ്ഞു കൊടുത്ത് അവരുടെ ബുദ്ധിയെ തുറന്നതാണ്. എങ്കിൽ മാത്രമേ ഈ മഹാനിയോഗം ഫലപ്രദമായി അവർക്ക് അനുസരിക്കാൻ കഴിയുള്ളൂ. എന്താ പറയേണ്ടത്, പറയേണ്ട കാര്യവും കഷ്ടാനുഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്ത് ശുശ്രൂഷയാണ് ചെയ്യാൻ പോകുന്നത്? നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും പറയുന്നതല്ല മഹാനിയോഗം അനുസരിക്കുക എന്ന് അർത്ഥമാക്കുന്നത്. അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ്. തിരുവെഴുത്തുകളെ ആധാരമാക്കിയാണ് നമ്മുടെ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്നത്. സുവിശേഷീകരണമാണ് ലൂക്കോസും മർക്കോസും ഊന്നൽ കൊടുക്കുന്നത്. സുവിശേഷീകരണം വചന അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ ആളുകളെ ഇളക്കുക എന്നുള്ളതല്ല. ഒരു ആവേശമുണ്ടാക്കുക, അനുഭൂതികളിൽ കേന്ദ്രീകരിക്കുന്നതല്ല പ്രധാനം. ദൈവവചനത്തെയാണ് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് മനുഷ്യർക്ക് മനസ്സിലാകുന്നത് പോലെ വെളിപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ കേൾവിയാലാണ് ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടാകേണ്ടത്. അപ്പൊ ഇന്നത്തെ ആധുനിക സഭയോടുള്ള ബന്ധത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞത് വളരെ സീരിയസ് ഡാമേജ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചോ സുവിശേഷത്തെക്കുറിച്ചോ വേണ്ട ക്ലാരിറ്റി പ്രാദേശിക സഭകളിൽ ഇല്ല എന്ന കാര്യം ഞാനിങ്ങനെ പരസ്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനോട് യോജിക്കണമെന്നില്ല. പക്ഷെ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതൊരു 30-40 വർഷമായിട്ട് ഈ ട്രെൻഡിങ് തുടങ്ങി ഇപ്പോൾ അതിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുക. മലയാളക്കരയിൽ ചെലവഴിക്കാൻ കഴിയാത്ത ഉപദേശങ്ങളൊന്നും എന്ത് പറഞ്ഞാലും അതിന് കൈയടിക്കാനാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ്. ഭയങ്കര ബുദ്ധിമാന്മാരാണ് ആളുകളൊക്കെ മലയാളികൾ. എന്നാൽ ഈ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കിയാൽ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലാണ്.
അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ആണ് ഒന്നാമത്തെ പെന്തിക്കോസ്തിലെ പ്രസംഗം. ആത്മനിറവിൽ പത്രോസ് പ്രസംഗിക്കുകയാണ്. അപ്പൊ ഈ പ്രസംഗം കേട്ടപ്പോൾ പാപബോധമുണ്ടായി, ആളുകളുടെ ഉള്ളത്തിൽ കുറ്റബോധമുണ്ടായി. അവർ പ്രതികരിച്ചതാണ് 37-ാം വാക്യം. ഞങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയത് ആയിരക്കണക്കിന് ആളുകൾ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, ഞങ്ങൾ പാപം ചെയ്യും, അത് ഏറ്റവും കഠിനമായ പാപമാണ്. മശിയായിട്ട് ഞങ്ങളുടെ ഇടയിൽ വന്ന യേശുവിനെ ഞങ്ങൾ ദൂഷിച്ചു. അവരുടെ ഉള്ളിൽ പാപബോധമുണ്ടായി. ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം പാപബോധമുണ്ടായ ആള് ചോദിക്കുമ്പോൾ മറുപടി വേറൊന്നാണെങ്കിൽ അതവരുടെ നിത്യതയെ ബാധിക്കുന്നതാണ്. ദൈവവചന അടിസ്ഥാനത്തിൽ ആത്മപ്രവൃത്തിയെ വ്യാഖ്യാനിച്ച് അതിലൂടെ യേശുക്രിസ്തുവിനെ പത്രോസ് പ്രസന്റ് ചെയ്യുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? ശരി, ഞങ്ങൾ പാപം ചെയ്തു, സമ്മതിക്കുന്നു. എന്ത് ചെയ്താൽ ഈ പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് കഴുകൽ പ്രാപിക്കാൻ കഴിയും? വിമോചനമുണ്ട്. അന്നേരം കളിതമാശ പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അവിടെ വേറെ എന്തെങ്കിലും ആവേശഭരിതനായി മാറി പറഞ്ഞാൽ ഒന്നും കാര്യം നടക്കത്തില്ല. വളരെ കൃത്യമായി അവർ ചോദിച്ച ചോദ്യത്തിന് തിരുവചന അടിസ്ഥാനത്തിൽ മറുപടി ഉണ്ടാകും. അതാണ് 38-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിനെ കാണുക. സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് കുറെ കാര്യം പറയുകയാണ്. അതാണ് 41-ാം വാക്യത്തിൽ. അത് സ്വീകരിച്ച ആളുകൾ പരസ്യമായി യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നതായിട്ട് നമ്മൾ കാണും. അവിടെ വ്യാഖ്യാനം തെറ്റിയാൽ, അവിടെ മറ്റെന്തെങ്കിലും ഉത്തരം പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിടുകയാണ്. ഇതുപോലെ മറ്റൊരു സന്ദർഭം അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ പ്രത്യേക നിയോഗത്തായി ഫിലിപ്പോസ് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് ദൈവിക നിയോഗം അനുസരിച്ച് പോകുന്നു. ഒരു ഷണ്ണനായ മനുഷ്യൻ, എത്യോപ്യക്കാരൻ, യെരൂശലേമിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. രഥത്തിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുക. ഫിലിപ്പോസ് തേരിനോട് അടുത്ത് ചേർന്ന് നടക്കാനുള്ള നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം അങ്ങനെ ചെയ്തു. ഉപദേശിയോട് ഷണ്ണൻ ചോദിക്കുകയാണ്, ഇതാരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? പ്രവാചകനെ കുറിച്ച് തന്നെയാണോ പറയുന്നത്? അത് മറ്റാരെയും കുറിച്ചാണോ? നിർണായകമായ വിഷയമാണ്. അവിടെ വേറെ എന്തെങ്കിലും പറഞ്ഞ്, ബ്രദറെ ഞാൻ അനുഭവസാക്ഷിയായിട്ട് പറയാൻ കേട്ടോ, ഇതൊന്നുമല്ല. അവിടെ അന്നേരം അദ്ദേഹത്തെ അങ്ങ് ആവേശഭരിതനാക്കുകയല്ല. യേശുക്രിസ്തുവിൽ അദ്ദേഹം വിശ്വാസം അർപ്പിക്കണമെങ്കിൽ ആ തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുന്ന ഏതോസം പറയുന്നത്. അതിൻ്റെ റിസൾട്ടാണ് യേശുക്രിസ്തുവിൽ അദ്ദേഹം വിശ്വാസം അർപ്പിച്ച് പരസ്യമായിട്ട് വെള്ളത്തിൽ സ്നാനപ്പെടുന്നു. എന്താണ് ഇന്നത്തെ സഭയ്ക്ക് പറ്റിയത്? നമ്മളൊരു ക്ലാസ് പുരട്ടിയിൽ വെച്ചിട്ട് ചിന്തിക്കാതെ പോകരുത്. മഹാനിയോഗത്തെ കൊടുക്കുന്നു 47-ാം വാക്യത്തിൽ, ലൂക്കോസ് 24:47. പക്ഷെ അത് പറയാൻ തക്കവണ്ണം ഇപ്പോൾ ശിഷ്യന്മാര് അത് പോയി നിവർത്തിക്കാൻ, അനുസരിക്കാൻ തക്കവണ്ണം അവർക്ക് ദൈവവചനത്തിലുള്ള ഉറപ്പ്, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് യേശു അവരെ വചനം പഠിപ്പിക്കുകയാണ്, സ്റ്റഡി എടുക്കുകയാണ്. അവരുടെ വചനത്തിലുള്ള തെറ്റിദ്ധാരണയെ മാറ്റി യഥാർത്ഥ വ്യാഖ്യാനം അവരുടെ മുൻപിൽ വെച്ച് അവരുടെ ബുദ്ധിയെ തുറക്കുകയാണ്. ഇത്
ഇന്നത്തെ ആധുനിക ദൈവസഭ മനസ്സിലാക്കണം. നമ്മുടെ ശുശ്രൂഷകൾ എഫക്റ്റീവ് ആകണമെങ്കിൽ, പ്രയോജനപ്പെടണമെങ്കിൽ, ഫലപ്രാപ്തിയിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം പറയുന്നത് എന്താണ്, അത് തിരുവെഴുത്തിനെ ആധാരമാക്കി വ്യാഖ്യാനിക്കണം. തീർച്ചയായും ആ വ്യാഖ്യാനത്തിൽ ആത്മപ്രവൃത്തിയാലാണ് ഒരു മനുഷ്യന്റെ ഉള്ളത്തിൽ കുറ്റബോധം ഉണ്ടാകുന്നത്, പാപബോധം ഉണ്ടാകുന്നത്. ദൈവവചനം പറയുക, അത് വ്യാഖ്യാനിച്ച് കൊടുക്കുമ്പോഴാണ് ആത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കേൾവിക്കാരന് ബോധ്യം വരുത്തുന്നത്. പക്ഷെ അതിനു പകരം നമുക്ക് വേറെ എന്തെങ്കിലുമാണ് ആശയം എങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഫലം നമ്മുടെ ശുശ്രൂഷയിൽ കാണുകയില്ല. അപ്പൊ ഞാൻ ആ ഭാഗം വിടുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ പറയാം. തെറ്റായ വ്യാഖ്യാനങ്ങൾ, തിരുവെഴുത്ത് വ്യാഖ്യാനങ്ങൾ ഇന്നത്തെ സഭയിൽ അംഗത്വമെടുത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, യൗവനക്കാരെ ബലഹീനരാക്കി. ഒരു കാര്യത്തെക്കുറിച്ചും ക്ലാരിറ്റി ഇല്ലാത്ത പുള്ളികളുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളോട്. നടന്ന സംഭവമാകട്ടെ, അല്ലാതെ നടക്കാത്ത എന്തെങ്കിലും ഒരു കാര്യമല്ല. ഞാൻ പേരുകൾ പറയാത്തത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരാളിൻ്റെ അനുഭവമാണ്. അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. അനുഗ്രഹീതനായ, കേരളത്തിൽ ബഹുമാനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ സെന്ററിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായമുള്ള ആള് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചതാണ്, എന്തോ ഈ ക്രൂശ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കിടന്ന് വെള്ളമല്ലോ ഉണ്ടാക്കുന്നത്? അന്നത്തെ കാലത്ത് അതൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരുന്നു. കഴിവുമരം എന്നതുപോലെ അന്ന് ക്രൂശ് കൊടുത്തു. അങ്ങനെ നാസറായ യേശു മരിച്ചു. അത് നിങ്ങളെല്ലാം അവിടെ പോയി കിടന്ന് വലിയ സംഭവമാണെന്ന് പറഞ്ഞു അന്തം വിട്ടുപോയി അദ്ദേഹം. അപ്പൊ ഈ മനുഷ്യൻ പ്രാദേശിക സഭയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. യേശു ക്രൂശിൽ യാഗമായി തീർന്നത് എന്തിനാണെന്നും വിഷയത്തിന്റെ ഗൗരവം അറിയാതെയാണ് ഈ മനുഷ്യൻ ഈ പ്രാദേശിക സഭയിൽ ഇരിക്കുന്നത്. അദ്ദേഹം കൈയടിക്കുന്നുണ്ട്, അദ്ദേഹം ദശാംശം കൊടുക്കുന്നുണ്ട്, അദ്ദേഹം സഭയിലെ ഒരു സജീവ അംഗമാണ്. പക്ഷെ ഇയാൾ മാനസാന്തരപ്പെട്ടവനാണോ? ഇയാൾ രക്ഷിക്കപ്പെട്ടവനാണോ? ക്രിസ്ത്യാനിറ്റിയുടെ കോർ മെസ്സേജിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ നമ്മുടെ യൗവനക്കാർ എവിടെയാണ്? നമ്മൾ എവിടെയാണ് പ്രിയരെ? ഇത് നിമിത്തമാണ് ശരിക്കും പിതാക്കന്മാർ ഇറങ്ങിത്തിരിച്ച വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് വേണ്ട ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ലൗകികനാണോ എന്ന് ചോദിച്ചാൽ അല്ല, പിന്നെ ആത്മീയനാണോ? അതുമല്ല. ഇനിയിപ്പോ ഇവിടെ പക്ഷെ സഭായോഗം ഒരു പെന്തക്കോസ്ത് പള്ളിയിലാണ് പോകുന്നത്. പൊതുയോഗം വെച്ചാൽ ഇവനെ കൊണ്ട് പൊറുതി മുട്ടും. അയൽവാസികൾക്ക് ഇവൻ നിമിത്തം ജീവിക്കാനൊക്കത്തില്ല. ഒരാളാണ്. എന്താണ് ഇതിൻ്റെ റൂട്ട്? എന്താ ഇതിൻ്റെ റൂട്ട്? ദൈവവചനത്തിൻ്റെ ക്രമീകൃതമായ പഠനം നമ്മുടെ സഭകളിൽ ഇല്ല. അതിൻ്റെ ശരിയായ വ്യാഖ്യാനമില്ല. ഉപദേശിമാരാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഉപദേശിമാര് സ്ട്രെസ്സിലാണ്, സമ്മർദ്ദത്തിലാണ്. അതെന്താണ്? മുൻപ് ഇരിക്കുന്ന ആളുകളെ ചാടിക്കണം. കാരണം അവർക്ക് തോന്നണം, ഒരു അനുഭൂതി ഉണ്ടാകണം, എന്തോ ഇന്ന് വലിയ സംഭവം നടന്നിരിക്കുകയാണ്. മാത്രമല്ല ദൈവവചനം ശരിയായി വ്യാഖ്യാനിക്കുന്നത് കാട്ടിപ്പണിയാണ്. ഒരു പ്രസംഗം തയ്യാറാക്കണമെങ്കിൽ 2-3 ദിവസം എടുക്കും, മണിക്കൂറുകൾ ഇരുന്നേ നോക്കും. അതിനിപ്പോ പോകുന്നതങ്ങനെ. അതിന് പകരം ഇപ്പോൾ കിട്ടിയ വാക്യവുമായിട്ട് എഴുന്നേറ്റ് നിന്ന് ആടിച്ചങ്ങ് വിടുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, മുട്ടുണ്ടാകത്തില്ല ആണ് യഹോവ ഇടയനാണ്. ഒരിക്കലും ഒരു പ്രാദേശിക സഭയിലെ ഒരു അംഗം ഞങ്ങളുടെ ഒരു നേതാവിനോട് ചോദിച്ചു, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒന്ന് തന്നെയല്ലേ?
ആട്ടെ, അവിടെ വരെ സഹിക്കാം. പിന്നെ സഹിക്കാൻ കഴിയാത്ത വേറെ ഉണ്ട്. മുട്ടിന് വേദനയുള്ളവർക്ക് ഇന്നില്ല സൗഖ്യമുണ്ട്. അത് ഞാൻ അതിനോട് ചേർത്ത് പറഞ്ഞതാണ്. അങ്ങനെ വരെ പോലും പറയാൻ മടിയില്ല. യഹോവ എൻ്റെ ഇടയനാണ്, മുട്ടുണ്ടാകത്തില്ല. മുട്ടുണ്ടാകത്തില്ല, കാരണം യഹോവ ഇന്ന് മുട്ടിന് വേദനയുള്ളവർക്ക് ചില വിടുതലുകളുണ്ട്. ഇത് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ കൈ അടിക്കുന്ന പുള്ളികളാണ് മലയാളക്കാരുള്ളത്. എന്താ ഇത്? ഒന്ന് കൈയടിച്ചാൽ ഓളവും ഉണ്ടായാൽ ബാക്കി അവർ നടന്നിട്ടുള്ളൂ. നല്ല ജോറായിട്ട് കിട്ടുള്ളൂ. 9 അല്ല 9.5 വരെ. എന്നിട്ട് അതൊരു ഗെറ്റപ്പ്, അതൊരു ക്രെഡിറ്റാണ്. ഇവിടെ യോഗം പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല, അതുപോലെ യോഗം. എൻ്റെ ഒരു സ്നേഹിതൻ നേരിട്ട്, ഞാൻ പറഞ്ഞത് ഞാൻ ഈ ചുമ്മാ അടിക്കുകയല്ല, എൻ്റെ ഒരു സ്നേഹിതൻ നേരിട്ട് എന്നോട് പറഞ്ഞത് ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹം പ്രസംഗി. അതേപോലെ ഭാഷ ഞാൻ ഒന്ന് അങ്ങോട്ട് ഇട്ടുകൊടുക്കും. അവർ കൈയടിച്ച് ആലോചിച്ചോളൂ. ഞാൻ വെള്ളമൊക്കെ കുടിച്ച് ശാന്തമായിട്ട് നിൽക്കും. അപ്പം എൻ്റെ ടെമ്പോ ഒന്ന് കുറയുമ്പോൾ അടുത്തോടെ ഞാൻ ഇട്ടുകൊടുക്കും. അവർ പിന്നെ ഈ സാധുക്കൾക്ക് അറിയത്തില്ല ഈ പുള്ളി എന്താ ചെയ്യുന്നത്. അത് നിനക്ക് എന്ത് പറ്റിയെന്നറിയാം. എന്തുവാ വിശ്വസിക്കുന്നത്? ആരെയാ വിശ്വസിക്കുന്നത്? ക്ലാരിറ്റി ഇല്ല. പക്ഷെ 119 സങ്കീർത്തനം മനഃപ്പാടമാക്കി ട്രോഫി മേടിക്കും. അത് വേറെ കാര്യം. ഇതിനർത്ഥം എന്താ ഒന്നും അറിയത്തില്ല. തത്ത പറയും, തത്തയ്ക്കും പറയും, നമ്മളൊന്നും പറയും. അങ്ങനെ പിള്ളേർക്ക് ട്രോഫി കിട്ടുമ്പോൾ നമ്മുടെ വിചാരം പിള്ളേരെല്ലാം സൂപ്പർ സംഭവമാണ്. ഈ ട്രോഫിയുള്ളത് എത്ര എണ്ണം നരകത്തിൽ പോകും? എത്ര ഗൗരവമായി ഇത്. ഒരു നേതാവിൻ്റെയെങ്കിലും കണ്ണു തുറക്കുന്നുണ്ടോ? നേതാവിന് ഇതല്ലല്ലോ വിഷയം. നേതാവിന് ഈ വർഷത്തെ ടേം കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള വോട്ടെടുപ്പിന് ഇപ്പോഴേ ഗ്രൗണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പല നേതാക്കന്മാരും പോകത്തില്ലെന്നുള്ളത് ഏറെക്കുറെ അവരുടെ ഉള്ളത്തിൽ തന്നെ ഉറപ്പുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ഞാൻ വെറുതെ പറഞ്ഞു തന്നത്, ഇതൊന്നും വെറുതെ അല്ല പറയുന്നത്. ഒരിക്കൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇച്ചിരി അന്നേരം കർത്താവ് തന്ന നിയോഗമനുസരിച്ച് പ്രസംഗിച്ചു. അവിടെ ഒരു നേതാവുണ്ടായിരുന്നു. നേതാവിൻ്റെ ഒരു ശിപ്പിടി നേതാവിനോട് പറഞ്ഞു കേട്ടോ, ഈ വോട്ടെടുക്കാൻ പോകുന്നവരും രാഷ്ട്രീയം കളിക്കുന്നവരും സ്വർഗത്തിൽ പോകത്തില്ല. നേതാവ് പറഞ്ഞു കൊടുത്താണോ അറിയാം. അയാൾ പറഞ്ഞതാണ് ശരിയത്. എന്നിട്ട് ഭാരതത്തിൽ ഇതാ ഉണർവ് കൊള്ളാം. എൻ്റെ പ്രിയരെ, യാഗപീഠം ക്രമീകരിക്കാത്ത എന്തൊന്നും തീയെക്കുറിച്ചായി പറയുന്നത്? ഏത് ഉണർവിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഉണർവ് വരട്ടെ സഭകളിൽ. ഞാൻ ആഗ്രഹിക്കുന്നു സഭകൾ ഉണർത്തപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം പാപബോധം വരട്ടെ. തെറ്റിക്കിടക്കുന്ന ഈ യാഗപീഠത്തെ ഒന്ന് മാനസാന്തരപ്പെട്ടുന്ന ക്രമത്തിലാക്കണമെന്നല്ലേ നമ്മളീ പറയുന്നതല്ല. വളരെ വലിയ ഗുരുതരമായ വിഷയമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. യേശുവിൻ്റെ മോഡലിൽ യേശുവിന് നിങ്ങൾക്ക് ഞാൻ ചെയ്ത അത്ഭുതമൊക്കെ കണ്ടില്ലേ? നിങ്ങൾ ജസ്റ്റ് പോ, ഞാൻ നിങ്ങളെ ബലപ്പെടുത്തിക്കോളാം, ഒന്നും പേടിക്കേണ്ടത്. ഇതൊന്നുമല്ല യേശു പറഞ്ഞത്. സന്ദേശം പറയാൻ, സന്ദേശത്തെക്കുറിച്ച് അവരുടെ കയ്യിലുള്ള പഴയ നിയമ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ച് അവരുടെ ഉള്ളത്തിൽ സന്ദേശത്തിൻ്റെ ഉറപ്പാണ് ആദ്യം കൊടുക്കുന്നത്. വചനത്തിൽ നിശ്ചയമില്ലാത്തവൻ എന്ത് ശുശ്രൂഷിക്കും? പുരട്ടിയിലുള്ള കർത്തൃദാസന്മാരെ, നിങ്ങളൊന്ന് ശരിക്കും ഇതൊന്ന് ചിന്തിച്ചില്ല. നമ്മളെ ഈ ട്രെൻഡിൽ നിന്ന് മാറി ദൈവവചനമായിട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത് പെന്തിക്കോസ്തുകാർ മുദ്രയിടും, അഭിഷേകം ചേർക്കണം. ഒരു അഭിഷേകം. അപ്പോൾ അഭിഷേകം ഉണ്ടല്ലോ, അഭിഷേകം ഉണ്ടെങ്കിൽ മൈക്കും ഒക്കെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഒത്തിരി ഉച്ച വെക്കും. അങ്ങനെയായിപ്പോയി. കർത്താവായ യേശുക്രിസ്തു മലമേൽ കയറി അവിടുന്ന് ഇരുന്നു, തിരുവായി പൊഴിഞ്ഞ് പറഞ്ഞു, ഇരിക്കുകയാണോ, അഭിഷേകമില്ലെന്നാ തോന്നുന്നു. യേശുവിനുണ്ടായിരുന്ന ഇത് പറഞ്ഞ ഇന്നത്തെ പുള്ളികൾ
നമ്മൾ അഭിഷേകമായി കണ്ടിരിക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ്. ഞാൻ ആരുടെയും ശൈലി വിമർശിക്കുകയല്ല. ഒരാൾക്കിപ്പം മൈക്ക് സ്റ്റാൻഡിൽ വെക്കാതെ കയ്യിൽ പിടിക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ കണ്ടന്റ് മെസ്സേജിനില്ലാതെ അലറിക്കൂകി എന്തൊക്കെയോ അയാളുടെ സ്വന്തമായിട്ടുള്ള കാര്യം പറഞ്ഞ് ആ കൈയടി ഏറ്റെടുത്ത് കൈയടി ആ പിന്നെ ഒരു വെളുത്തൂട് കൈ അടിച്ചില്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നതിൻ്റെ ഭൂതം നിന്റെ അകത്ത് കയറും. അയ്യോ, കൈക്ക് നീ ഇത്ര വൈകല്യം കൊണ്ടേ പോലും അടിച്ചു. റോങ് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഹെർമെനറ്റിക്സ് ശരിയല്ല. ഇനി ഇതിനോട് ചേർന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവിടുത്തെ മനോഭാവം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ എന്തായിരുന്നു? നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ലൂക്കോസ് 4 വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 40 ദിവസം കർത്താവ് ഉപവസിച്ച് ആ സമയത്ത് പിശാച് നിരന്തരം പരീക്ഷിക്കുകയായിരുന്നു. അതിലെ 3 എഴുതിയിരിക്കുന്നത്. ഈ പരീക്ഷണഘട്ടത്തിൽ കർത്താവ് എന്താണ് തിരിച്ചു പറയുന്നത്? കർത്താവ് പറയുന്നത് 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, 8-ാം വാക്യം, 12-ാം വാക്യം എന്ന് എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്ന് അരുളി ചെയ്തിരിക്കുന്നു. ആവർത്തന പുസ്തകത്തിലെ വാക്യങ്ങളെ കോട്ട് ചെയ്ത് പിശാചിൻ്റെ അസ്ത്രങ്ങൾക്കെതിരെ ഖണിക്കുകയാണ്, തിരിച്ചു വെട്ടുകയാണ്. അവിടുത്തെ മനുഷ്യത്വത്തിൽ അവിടുന്ന് വചനമാണ് ഉപയോഗിച്ചത്. ഇതുപോലെ അവിടുത്തെ എതിരാളികളായിരുന്ന യഹൂദന്മാർ, ഫരീസയർ, അവർ നിരന്തരം യേശുവിനെ എതിർത്തുകൊണ്ട് കർത്താവിനെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന സമയത്തും അവരോട് എതിർത്ത് അങ്ങനെയാണ് വചനം പറഞ്ഞത്. ലൂക്കോസ് 10:26 ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? തിരിച്ചുള്ള മറുപടി ഇതാ, ന്യായപ്രമാണം വചനമാണ്. വചനത്തിൽ എന്താ എഴുതിയിരിക്കുന്നു? മത്തായി 19:4 നമുക്കറിയാവുന്ന വാക്യമാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അവരുടെ വേദോസം കൊണ്ട് പഴുതിയോ? ആ പ്രമാണമാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുക, വേദോസത്തിൽ എന്താ പറയുന്നത്? കർത്താവ് ദൈവത്തിൻ്റെ വചനത്തെ അവിടുത്തെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ മനോഭാവം എന്തായിരുന്നു? ഇതല്ലേ നമ്മളിലായിരിക്കേണ്ടത്. യോഹന്നാൻ 10:34 നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ഈ കർത്താവ് എങ്ങനെ ഈ വചനം പഠിച്ചത്? ഞാനിപ്പോൾ സംസാരിക്കുന്ന കർത്താവിൻ്റെ മനുഷ്യത്വമാണ്. അവിടുന്ന് 100% ദൈവമാണ്, 100% മനുഷ്യനാണ്. ഒരു വ്യക്തിയിൽ 2 പ്രകൃതം, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. എങ്ങനെയാണ് മനുഷ്യത്വത്തിൽ ഈ ദൈവജനം മനസ്സിലാക്കിയത്? 12ാമത്തെ വയസ്സിലൊക്കെ പണ്ഡിതന്മാർ അമ്പം വിട്ടുപോയി. ഇതെന്തൊരു ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയാം. അവിടുന്ന് കുട്ടിക്കാലം തൊട്ടേ വായിച്ച് കേട്ട് മനസ്സിലാക്കി പഠിച്ചതാണ്. മനുഷ്യത്വത്തിലെ കാര്യം പറയുന്നത്. ജ്ഞാനത്തിൽ വളർന്നു എന്നൊക്കെ ഇല്ലേ, അത് മനുഷ്യത്വമാണ്. ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോഴാണ് നമ്മൾ യേശുവിനെയാണ് മാതൃകയാക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് വചനം നമ്മളെ വിജയൊന്നുമല്ല. ഓഹോ, പിന്നെ ഒരു മെസ്സേജിന് 3-4 ദിവസം മണിക്കൂറുകൾ എഴുതുക. അതിന് പറയുന്നൊരു ന്യായം ഇതാ, ബ്രദറെ, വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നീ ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട, അങ്ങോട്ട് ചെന്ന് അങ്ങ് നിന്നാൽ മതി. ആ സമയത്ത് ദൈവം തക്കസമയം നിന്നെ നാവിൽ തരും. അത് ഞായറാഴ്ചത്തെ പ്രസംഗത്തോടുള്ള ബന്ധത്തിലല്ല എഴുതിയിരിക്കുന്നത്.
സെനറ്ററി സംഘത്തിൻ്റെ മുൻപിലോ കോടതിയിലോ കൊണ്ടുപോകുമ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട, അവിടെ ചെല്ലുമ്പോൾ ദൈവം തരും. അത് അപ്ലൈ ചെയ്യുന്നത് എവിടാ? സഭായോഗത്തിൽ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുക, നിന്നാൽ അവിടെ നിൽക്കുക, ഫാനിൻ്റെ കാറ്റ് കൊള്ളാം എന്നതിൽ കവിഞ്ഞൊന്നുമില്ല. ഈ പരുവത്തിൽ നമ്മുടെ സമൂഹമാകാൻ കാരണം ദൈവവചനത്തോട് നമ്മൾ കാണിച്ച ഈ ലാഘവ നിസ്സംഗ മനോഭാവമാണ്. ആരെങ്കിലും തിരുവെഴുത്തിനെ വ്യാഖ്യാനിക്കാൻ മുതിർന്നാൽ അവനെ നമ്മൾ ഒതുക്കും. നമുക്ക് ഭയങ്കര മാറ്റം വന്നില്ലെങ്കിൽ പ്രിയരെ കടുത്ത വില നാം കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ ഇവിടെ നിൽക്കത്തില്ല. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഇതുപോലൊക്കെ പോകാനെങ്കിൽ ഒരു 10 വർഷം 15 വർഷം കഴിഞ്ഞ് ഒരു പെന്തിക്കോസ്തിനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. ഇങ്ങനെ പോവുകയാണെങ്കിൽ കർത്താവിൻ്റെ വരവ് താമസമാണ്. ഇതെന്ത് വൈദ്യം? നമ്മുടെ ഈ തലമുറയിൽ തന്നെ കാര്യങ്ങൾ എല്ലാം അയവ് വരുത്തിയിരിക്കുകയാണ്. ഉപദേശപരമായ കാര്യത്തിലൊന്നും വലിയ കൃത്യതയൊന്നുമില്ല. നമ്മുടെ പിള്ളേരൊക്കെ ഏത് പരുവത്തിലാണെന്നുള്ളത് മാതാപിതാക്കൾക്ക് എന്നാലും അറിയത്തില്ലെന്നുള്ളത്. എൻ്റെ കുഞ്ഞുമോനും കുഞ്ഞുമോളും ഒക്കെ ആയിട്ട് ഇപ്പം ഞാൻ സൂക്ഷിക്കുന്ന ചവയിൽ ഒന്നിലധികം ആളുകൾ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞ് മനസ്സിലായി, അത്ര പൊന്നല്ല ഞങ്ങളുടെ മക്കൾ. നേരിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ വർഷങ്ങളായിട്ട് പോകാൻ ചെയ്യുക. സംഗതി പിടികാണേ വചനത്തോടുള്ള മനോഭാവം ഇങ്ങനെ അല്ലേ വരേണ്ടത്. അതിനകത്തൊന്നും വലിയ കാര്യം ഭാഷ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ട, അതെല്ലാം ഓക്കെ. ഇപ്പോൾ പലർക്കും മനസ്സിലായി പിള്ളേർ അത്ര പൊന്നല്ല. ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. യേശുവിൻ്റെ മനോഭാവമാണ്. ഇനി കർത്താവ് ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ കർത്താവ് എപ്പോഴും സംസാരിക്കുന്നത് ദൈവവചനത്തെ ആസ്പദമാക്കിയാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് തന്നെ കാണിക്കുന്നത് എന്താ? വചനത്തിൽ അവരെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ എതിരാളികൾക്കെതിരെയാണെങ്കിലും പിശാച് പരീക്ഷിക്കുമ്പോഴാണെങ്കിലും ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലാണെങ്കിലും അവിടുത്തെ മനോഭാവം നിങ്ങൾ കണ്ടോ? വചനം അവിടുത്തെ സംബന്ധിച്ച് എത്ര പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ശരിക്കും സഭായോഗത്തിലെ പ്രധാന വിഷയം എന്താ? നമ്മുടെ പല സഭായോഗത്തിലും ഈ പ്രധാന വിഷയമാകുന്ന വചന ശുശ്രൂഷയ്ക്ക് സമയമില്ലാതെ പോകുന്നു. ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഇവിടെ പെന്തിക്കോസ്ത് ദിവസത്തെക്കാട്ടിൽ വലിയ ആത്മപകർച്ച ഉണ്ടായോ? പെന്തിക്കോസ്ത് ദിവസം ദൈവവചന ശുശ്രൂഷയില്ലായിരുന്നു. അല്ലേ പിന്നെ നമ്മൾ ക്ലെയിം ചെയ്യേണ്ട പാസ്റ്റർ ഞാൻ പെന്തിക്കോസ്ത് ദിവസം എന്തോ ഇരിക്കുന്നു. ഇപ്പൊ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. വചനമൊന്നുമല്ല വേണ്ട, കാരണം അതിനെക്കാട്ടി വലുതാണ്. കർത്താവായ യേശുക്രിസ്തു ആത്മാവിനാൽ, മനുഷ്യത്വത്തിൽ ആത്മാവിനാൽ കൺസീവ്ഡ് ആയി. ലൂക്കോസ് 3:21 പറയുന്നത് പരിശുദ്ധാത്മാവ് പ്രാകുന്ന ദേഹരൂപത്തിൽ കർത്താവിൻ്റെ മേൽ വന്ന് കർത്താവ് പരിശുദ്ധിയോടെ വന്നതാ. ലൂക്കോസ് 4:14-15 വാക്യത്തിൽ ആത്മപൂർണനായി ഗലീലയിലേക്ക് പടയെന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണത്തിൽ ആ യേശു പ്രസംഗിക്കുകയായിരുന്നു. നമുക്ക് ഹോളി സ്പിരിറ്റ് ശക്തമായി വരുമ്പോൾ പ്രസംഗമില്ല എന്ന് വരുന്നു. ഇനി മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ, ഏതായാലും നമ്മളെല്ലാം ദൈവത്തിൻ്റെ ദാസന്മാരാണ്, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്തോ ഈ സംഭവം. ആത്മപൂർണനായ ക്രിസ്തുവിൻ്റെ പ്രയോറിറ്റി ദൈവവചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയുമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു, നമുക്കതറിയാം. അതിനേക്കാൾ പ്രയോറിറ്റി ദൈവത്തിൻ്റെ വചനമായിരുന്നു. ഒരു വാക്യം മാത്രം വേണമെന്ന് വായിക്കാം. ലൂക്കോസ് 4:43. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു.
മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം ഇതെപ്പോഴാണ് പറയുന്നതെന്ന് അറിയാമോ? അതിന്റെ തൊട്ടു മുൻപുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ വീട്ടിൽ കയറി അമ്മായിയമ്മയെ സൗഖ്യമാക്കി കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ പട്ടണം മുഴുവനും ആ വീടിന്റെ മുറ്റത്ത് വന്നു. മൊത്തം അന്നത്തെ കർത്താവ് സൗഖ്യമാക്കി, നാട് മുഴുവനായി. അടുത്ത ദിവസം പുലർച്ചയ്ക്ക് കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിന്റെ നേതൃത്വത്തിൽ സംഘമെല്ലാം വന്ന് പറയുക, പോലെ ഇവിടുന്ന് ആണോ എല്ലാവരും സൗഖ്യമാകും. ഉടനെ കർത്താവ് പറഞ്ഞതാ, ഞാൻ മറ്റുള്ളിടത്തും ദൈവരാജ്യം സുവിശേഷിക്കണം. എന്നിട്ടൊരു വാക്കുകളുണ്ട്, എന്താ? ഇതിനായിട്ടല്ലോ. അതിനർത്ഥം അത്ഭുതമില്ലെന്നോ അടയാളമില്ലെന്നോ അല്ല. അതിനേക്കാൾ പ്രയോറിറ്റി റീച്ചിങ് ദ കിങ്ഡം ഓഫ് വേൾഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കും. പക്ഷെ എൻ്റെ പോയിന്റ് ഇതാ, ആത്മപൂർണനായ ക്രിസ്തുവിൻ്റെ മനോഭാവം അല്ലല്ലോ ക്രിസ്തുവിൻ്റെ ആത്മീക ശരീരം സഭയ്ക്ക് ഇന്നുള്ളത്. എന്തു പറ്റി? അതുകൊണ്ട് വചനത്തിൽ തിട്ടമില്ലാത്തവൻ മഹാനിയോഗം അനുസരിക്കാൻ ഇറങ്ങി എന്താ പ്രസംഗിക്കുന്നത് അറിയില്ല, പക്ഷെ ആവേശമാണ്. യേശു അങ്ങനെയല്ല ആളുകളെ അയച്ചത്. പ്രസംഗ വിഷയം പറയുന്നതിന് മുമ്പ് പ്രസംഗ വിഷയത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരിക്കേണ്ട അതിപ്രധാനമായ കാര്യം യേശുവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൽ ആസ്പദമാക്കിയാണ്, അതിൽ അന്തർലീനമായി കിടക്കുന്ന കാര്യമാണ് മാനസാന്തരവും പാപമോചനവും. ക്രൂശുമരണത്തെക്കുറിച്ചും ക്രൂശിലെ സാധ്യതയെക്കുറിച്ചും എനിക്കറിവില്ലെങ്കിൽ ഞാൻ ലോകത്തിന് വിളംബരം പാപമോചനം നിങ്ങൾക്കെല്ലാം കിട്ടുമെന്ന് പറയും. എങ്ങനെ പറയും? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആത്മപൂർണനായ പത്രോസിനോട് ചോദിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. യേശുവിൻ്റെ യാഗമരണത്തെക്കുറിച്ചും ആ വെളിപ്പാട് തിരുവെഴുത്തിലൂടെ ഇല്ലെങ്കിൽ നമുക്കാരെയും രക്ഷയിലേക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത 47-48 വാക്യങ്ങളിലേക്ക്, രണ്ടാം പിരിവിലേക്ക്, അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാനിയോഗത്തിലെ സന്ദേശത്തിനെ കുറിച്ചാണ്. സന്ദേശം പാപമോചനവും മാനസാന്തരവും. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകും. ഈ രണ്ട് വാക്യമാണ് തുടർന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. എന്നിട്ട് 49-ാം വാക്യം, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. ഈ രണ്ട് വാക്യത്തെ, അല്ലെങ്കിൽ ഈ 3 വാക്യത്തെ ആസ്പദമാക്കി ഒന്ന്, എന്തു പ്രസംഗിക്കണം? മാനസാന്തരവും പാപമോചനവും. 2, എവിടെ പ്രസംഗിക്കണം? യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണം. 3, എങ്ങനെ പ്രസംഗിക്കണം? എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും എന്നർത്ഥം. ആത്മശക്തിയായാണ് പ്രസംഗിക്കേണ്ടത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ നിൽക്കാം. ദൈവസഭകളിൽ ഇത് പഠിക്കുക. കർത്തദാസന്മാരെ നിങ്ങളുടെ ചർച്ചകളിൽ ഇത് പഠിപ്പിക്കുക. എന്താണ് പ്രസംഗിക്കേണ്ടത്? മഹാനിയോഗത്തിൽ മാനസാന്തരവും പാപവും. അപ്പം ഞാൻ രാവിലെ നമ്മൾ ആവർത്തിക്കുന്നു, 4 സുവിശേഷകരും മഹാനിയോഗം എഴുതിയിട്ടുണ്ട്. വ്യത്യസ്ത ഊന്നലുകളാണ് കൊടുത്തിരിക്കുന്നത്. മർക്കോസും ലൂക്കോസും പ്രധാനമായി വിരൽ ചൂണ്ടുന്നത് സുവിശേഷികളാണ്. മർക്കോസ് കൽപ്പനയായിട്ട് പറയുന്നു, സുവിശേഷം പറയണം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം.
ലൂക്കോസ് വിശദീകരിക്കുന്നു എന്താണ് സുവിശേഷീകരിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. മാനസാന്തരവും പാപവും. മാനസാന്തരം എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നമ്മളുടെ യൗവനക്കാരോട് ആരോട് ചോദിക്കും, എന്ത് മാനസാന്തരം എന്ന് പറഞ്ഞത്? ആ പെന്തിക്കോസിൽ പോകണമെന്നല്ലോ ആയിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. അവിടുത്തെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയായി മാനസാന്തരപ്പെടുകയും എന്ന് പ്രസംഗിച്ചു തുടങ്ങി. മർക്കോസ് 1:14-15 വാക്യത്തിൽ നോക്കി. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ഇത് ശുശ്രൂഷയുടെ ആരംഭത്തിൽ. ശുശ്രൂഷയെ അവസാനിപ്പിക്കുമ്പോഴോ ഉയർത്തെഴുന്നേറ്റ കർത്താവ് 47-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഇനിയും പോയി പ്രസംഗിക്കണം മാനസാന്തരം. കർത്തൃദാസന്മാരെ, മാനസാന്തരം പ്രസംഗിച്ചിട്ട് എത്ര നാളായി? ഇതാണ് വാസ്തവത്തിൽ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കീനോട്ട്. വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് റിപ്പന്റ്, മാനസാന്തരപ്പെടുക. ഇതാണ് മഹാനിയോഗത്തിൽ ദൈവം അവരോട് കൽപ്പിക്കുന്നത്. നമ്മുടെ തലമുറയിൽ ബാറ്റൺ കൈമാറി വരികയാണ്. നമ്മുടെ തലമുറയിലെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയത്തിൽ ഒന്ന് മാനസാന്തരമാണ്. കൺവെൻഷൻ വേദികളിൽ മാനസാന്തരം എന്നേ പോയി. പരസ്യയോഗങ്ങളിൽ അങ്ങനൊക്കെ പറഞ്ഞ ആരും വരത്തില്ല. അപ്പൊ എന്ത് പറയണം? അവരെ എങ്ങനെങ്കിലും കൊണ്ടുവരാൻ, അവരെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് മാനസാന്തരപ്പെടാത്തവരുടെ എണ്ണം പ്രാദേശിക സഭയിൽ കൂടിക്കൊണ്ടിരിക്കുക. മാനസാന്തരവും പാപമോചനവും ആണ് യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കപ്പെടുന്നത്. അവിടെ ഒരു വാക്കുണ്ടോ, അവൻ്റെ നാമത്തിലാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ, അവൻ്റെ നാമത്തിലാണ് മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കുന്നത്. അവൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അധികാരത്തിൽ, അല്ലെങ്കിൽ അവിടുത്തേതിൽ ഉള്ള എല്ലാ ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ മരണത്തിലും പുനരുത്ഥാനത്തിലും തിരുവെഴുത്തുകളുടെ നിവൃത്തിയിലും അവിടുന്ന് ചെയ്തതെല്ലാത്തിലും ആസ്പദമാക്കിക്കൊണ്ട് ആ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് മാനസാന്തരപ്പെടുകയും യേശു എന്ന നാമം വഹിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുന്ന് ആരാണ്, അവിടുന്ന് എന്ത് ചെയ്തു എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് മാനസാന്തരവും പാപമോചനവും. കാരണം മറ്റൊരുത്തനിലും രക്ഷയില്ല. അവിടുത്തെ നാമത്തിലല്ലാതെ വേറെ നാമമില്ല. അവിടുത്തെ മരണത്തിലും അതാണല്ലോ അവിടുന്ന് ചെയ്തത്. അവിടുത്തെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഈ തിരുവെഴുത്തുകൾ എല്ലാം, എഴുതപ്പെട്ട തിരുവെഴുത്തുകളെല്ലാം നിവൃത്തി വരുത്തി അതിനെ ആസ്പദമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ യോഗ്യതയിലൂടെയും മധ്യസ്ഥതയിലൂടെയും കിട്ടുന്ന സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ദ മാൻ ക്രൈസ്റ്റ്, കർത്താവിൻ്റെ മെറിറ്റും മീഡിയേഷനും
ഈ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടുത്തെ നാമം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നാമം എന്ന വാക്ക് മാനസാന്തരവും പാപമോചനത്തെയും കണക്ട് ചെയ്യുന്നത് യേശു എന്തെല്ലാമാ ചെയ്തത് അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മാനസാന്തരവും പാപമോചനവും ലഭിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ നാമം, യേശുവിൻ്റെ നാമം. അപ്പോസ്തലപ്രവൃത്തി 20:21 ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പൗലോസിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പൊ യേശുവിൻ്റെ നാമം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ യേശു ചെയ്ത പ്രവൃത്തിയിൽ അർപ്പിക്കുന്ന ആശ്രയം, വിശ്വാസം, യേശുവിൽ അർപ്പിക്കുന്ന വിശ്വാസം, യേശുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണെന്നുള്ള ബോധ്യം യേശുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ മനസ്സിലാക്കി ആ രക്ഷണ്യ പ്രവൃത്തി ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റെടുക്കുന്ന അനുഭവം, ഇതെല്ലാമാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ നാമമെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇൻ ജീസസ് നെയിം എന്ന അർത്ഥം മാത്രമല്ല. അങ്ങനെ ഇപ്പോൾ ആരാണ്ട് പറഞ്ഞത് തെറ്റാണെന്നല്ല, ഉൾക്കൊള്ളേണ്ട അർത്ഥം ഇതാണ്. ആ നാമം വഹിക്കുന്ന വ്യക്തി എന്ത് ചെയ്തു എൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. മറ്റാരും മശിയല്ല, മറ്റാരും ക്രിസ്തുവല്ല. അല്ലാതെ മാനസാന്തരത്തിലേക്കോ പാപമോചനത്തിലേക്കോ ഒരാളെ ക്ഷണിക്കുമ്പോൾ എന്തുകൊണ്ട് മാനസാന്തരം, എങ്ങനെ പാപക്ഷണം, അത് ഞങ്ങളോടൊക്കെ വന്നാൽ മതി. നോ, യേശുവിൻ്റെ നാമത്തിൽ യേശു എന്ത് ചെയ്തു എന്നതിൽ ആസ്പദമാക്കിയാണ്. അതാണ് അവൻ്റെ നാമത്തിലാണ് നിങ്ങളിത് പ്രസംഗിക്കുന്നത്. ലൂക്കോസ് ഇവിടെ അർത്ഥമാക്കുന്നത് യേശു എന്തെല്ലാമാണ് ജനത്തിനു വേണ്ടി ചെയ്തതും എന്തെല്ലാം ആത്മീക വിടുതലും നന്മയുമാണ് യേശു ചെയ്തതിലൂടെ മനുഷ്യർക്ക് ലഭിക്കുന്നത്, അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള വാക്കാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷനാണ് യേശുവിൻ്റെ നാമം. പാപക്ഷമ, പാപമോചനം ഈ ഒരു നാമത്തിലേ ഉള്ളൂ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. അതുപോലെ തന്നെ ആ നാമത്തിൽ, യേശുവിൻ്റെ നാമം ഉദ്ദേശിക്കുമ്പോൾ യേശു എന്നോട് കൽപ്പിച്ചത് കൊണ്ട് ഞാനിത് പ്രസംഗിക്കുന്നു. അവിടുത്തെ അധികാരത്തിൽ നിന്നുകൊണ്ട്, അവിടുത്തെ നാമം എന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തെല്ലാം കാര്യമാണ് പാപക്ഷമയ്ക്ക് അവിടുന്ന് ചെയ്തത്, അത് അവിടുന്ന് തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. അത് സ്വന്തം പേരിലോ സംഘടനയുടെ പേരിലോ അല്ല, അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എല്ലായിടത്തും പ്രസംഗിക്കണം. അവിടുന്ന് എന്താണ് സാധ്യമാക്കിയത്, എങ്ങനെയാണ് പാപക്ഷമ കിട്ടുന്നത്, അവിടുത്തെ ക്രൂശിലെ നമുക്ക് വേണ്ടിയുള്ള പരമയാഗത്തിലൂടെയാണ്. ആ അർത്ഥമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് അവൻ്റെ നാമത്തിൽ. മാനസാന്തരപ്പെടും. അപ്പോൾ പാപക്ഷമ കിട്ടുന്ന ആളുകൾ മാനസാന്തരപ്പെടും.
മാനസാന്തരപ്പെടുന്നവർക്കാണ് പാപക്ഷമ. മാനസാന്തരവും പാപമോചനം. പാപമോചനമാർക്കാണ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാനസാന്തരം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ മാനസാന്തരപ്പെട്ടു? ചോദിക്കാൻ ചിലപ്പോൾ അസ്ഥാനത്തായിട്ട് തോന്നും. ഞാൻ മനസ്സിലാക്കിയത് പറയാം, പലരും മാനസാന്തരപ്പെട്ടവരല്ല. ഇപ്പൊ ഈ ഒരു സദസ്സിൽ തന്നെ മനസാന്തരപ്പെട്ടവരുണ്ട്, പെടാത്തവരുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ പരസ്യവേദിയല്ലേ, നിങ്ങളെല്ലാവരും കൈ വെക്കുന്നുണ്ടോ എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കാം, ഉറപ്പും തിട്ടമുണ്ടോ മാനസാന്തരപ്പെട്ടത്? ഉണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ മാനസാന്തരം എന്താണെന്ന് ഞാൻ പറയാം. ഈ മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ രക്ഷയുടെ ദിശയിലേക്ക് ചലിപ്പിക്കുന്ന ആത്മീയ പ്രവർത്തനമാണ്. യഥാർത്ഥ മാനസാന്തരത്തിൽ 4 ഘടകങ്ങൾ ഉണ്ടാകണം. ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് ഞാൻ ഓർഡർ തരാൻ പോവാം. അയ്യോ എന്തിക്കോസ് വന്നേച്ച് ഇനി മാനസാന്തരപ്പെടും. ഞാൻ ശാനപ്പെട്ടതാ മാസ്റ്ററെ, അതല്ല ചോദ്യം. ശരിയായ മാനസാന്തരത്തിൽ പ്രധാനമായി 4 ഘടകങ്ങൾ ഉണ്ടാകും. 1, പ്രകാശനമുണ്ടാകണം. എന്തിന്? നമ്മുടെ ഹൃദയത്തിൽ ആത്മാവ് ടോർച്ചടിക്കുമ്പോൾ ഞാൻ ഭയങ്കര പാപിയാണെന്നുള്ള പ്രകാശനം ആത്മാവിലുണ്ടാകും, ബോധ്യമുണ്ടാകും. 1ാമത് നടക്കേണ്ടത് അതാണ്, പാപബോധം. പക്ഷെ ഞങ്ങൾ ഈ പറയുന്നത് വലിയ ഭാവമൊന്നും ചെയ്തു, അതാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. പിന്നെ ആരാണ്ടൊരിക്കൽ പറയുന്നുണ്ട് മര്യാദപ്പാവിയാണ്. അതെന്തുവാന്ന് എനിക്കറിയില്ല. എന്തോ ഈ മര്യാദപ്പാവി? അപ്പോൾ ഞാൻ കൊച്ചിനെ തൊട്ട് തന്നെ സൺഡേ സ്കൂളിലും പോയി എനിക്ക് 7 അടിസ്ഥാന ഉപദേശം മുഴുവൻ ബൈബിൾ പോയി ഞാൻ 50 തവണ വായിക്കും. ഇതെല്ലാം ഓക്കെ, 50 100 തവണയൊക്കെ വായിക്കും. പാപബോധം വന്നിട്ടുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. പാപബോധം അത് ആത്മാവിൻ്റെ പ്രകടനമായ ക്രിയ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അയ്യോ എൻ്റെ പാപം എത്ര കടും ചുവപ്പാണ്, ഞാൻ പെന്തിക്കോസ്തുകാരനാണ്, നരകത്തിലേ പോവും, ആറും ഭാവിയാണ്, വിശുദ്ധനായ ദൈവത്തിന് മുൻപിൽ എനിക്ക് നിൽപ്പാൻ സാധ്യമല്ലെന്ന് അലമുറയിട്ട് നിലവിളിച്ച് ഓർക്കുന്നുണ്ടോ? അല്ലാതെ ചിരിച്ചോണ്ട് ഒരുമാതിരി തമാശ പോലെ മുന്നോട്ട് വേണ്ട, ഇന്ന് രക്ഷിക്കപ്പെട്ടില്ല. എന്നോട് ഒരിക്കലും ഒരാൾ പറഞ്ഞത്, ഒരാൾ ഗൾഫിൽ കൊണ്ടുപോയി പുള്ളിയുടെ അവിടെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ശാനപ്പെട്ട ജോലി തരണം. പറഞ്ഞു ഞാൻ ശാനപ്പെട്ടെന്ന്. പക്ഷേ എനിക്കെന്തോ ഈ സംഭവം എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അയാൾ പറഞ്ഞ ജോലി തരണം, ഞാൻ ശാനപ്പെട്ടെന്ന് പറഞ്ഞു. അവനുകൊണ്ട് ബന്ധിക്കൂലി. 2ാമത് ഈ പാപബോധം വരുമ്പോൾ ഉണ്ടാകുന്ന 2ാമത്തെ കാര്യം വിനയമാണ്. അല്ല ഞാനൊന്ന് നോക്കട്ടെ നല്ലവനാകാമെന്ന്. ഒക്കത്തിലെനിക്ക്, ഞാൻ വലിയ ഭാവിയാണ്, വിശുദ്ധനായ ദൈവത്തിന് മുൻപിൽ എനിക്ക് നിൽപ്പാൻ കഴിയത്തില്ല, ഈ പാപത്തിന് എന്നെ കൊണ്ട് പരിഹാരം നടക്കത്തില്ലെന്ന് ഉത്തമ ബോധ്യം വന്ന് ഞാൻ എളിമപ്പെടുക. ദൈവമേ അവിടുത്തെ കരുണ എൻ്റെ മേൽ ചൊരിയണമേ. കരുണ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇന്നലെയാന്ന് തോന്നുന്നു, ഇന്നലെയാലും ഞായറാഴ്ച എൻ്റെ കൂട്ടുപ്രവർത്തകനോട് ഞാനിത് പറഞ്ഞു. ആരോ ഒരാളുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര പാടാണ് മനസ്സാന്തരപ്പെടാൻ. അതെന്താണ്? തിരിഞ്ഞ് കുഞ്ഞിനെ പോലെയാണ്. ഞാൻ സമൂഹത്തിൽ ഏതാണ്ടൊരു സംഭവമാണ്, എനിക്കും 10 കാര്യങ്ങൾ പറയാനറിയാം എന്ന ഭാവമുള്ളവന്
ഇടുക്കുവാതിലൂടെ പ്രവേശിക്കാൻ പാടാണ്. ആത്മാവിലെ ദാരിദ്ര്യം ഏറ്റുപറയാൻ പാടാണ് പ്രിയരെ. മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? പാപബോധം വരുമ്പോൾ എൻ്റെ മതത്തിന് രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന വള്ളിക്കാർക്കോ പാർസക്കോ വട്ടക്കാരനോ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല, ഞാൻ പോകുന്നത് വിശാലതയുടെ വഴിയാണ്, ഇതിൻ്റെ അവസാനം നാശമാണ്. അയ്യോ എന്റെ ദൈവമേ, കരുണ ചെയ്യണമേ. അറിയത്തില്ലേ നമുക്ക് ലൂക്കോസ് 18 സംഭവം? രണ്ടുപേരും പള്ളി വന്നിരിക്കുക പ്രാർത്ഥിക്കാൻ. ഒരു വലിയ കൂടിയ ആത്മീയം പ്രാർത്ഥിക്കുക. ദൈവമേ, അവിടത്തേക്ക് അറിയാമല്ലോ ഞാൻ ഈ ദശാംശം കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പള്ളിയിലെ ശബത്തിൽ വരുന്നതൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ. പിന്നെ ഞാൻ തന്നെ അവനെ പോലെയുമല്ല. അതാരാ മാറി നിൽക്കുക ഒരു ചുങ്കക്കാരൻ. അയാളെന്ത് ചെയ്തു? നെഞ്ചത്തടിച്ചോണ്ട് പറയാ, അയാൾക്ക് മേളോട്ട് നോക്കാൻ പോലും ഒക്കുന്നില്ല. ഭാവിയായി എന്നോട് കരുണ തോന്നുന്നു. കർത്താവ് പഠിപ്പിച്ചതെന്നാ പറയുന്നു, അവൻ നീതീകരിക്കപ്പെട്ടു. ഈ വലിയ ആത്മീയനായി നടിച്ച ഈ വലിയ ഭക്തൻ ഔട്ടാണ്. നീതീകരിക്കപ്പെട്ടത് തകർന്ന ഹൃദയത്തോടെ പാപബോധം വന്ന് തന്നെത്താൻ താഴ്ത്തിയാണ്. സഹോദരി, നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഞാൻ കൈയടിച്ച് അന്യഭാഷ പറയുന്നുണ്ട്. ചോദ്യം അതൊന്നും അല്ല. കുറേ നാൾ മുമ്പ് അന്യഭാഷ പറയുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ട് ഞങ്ങളുടെ ചർച്ച വന്നു. അത് നിങ്ങൾ അതിശയമായിട്ട് തോന്നി. ഒരു മെയിൻ ലൈൻ ചർച്ചിലെ, അങ്ങനെ ഒരാളതുമല്ല പലര്, അതിലെ ഒരു യുവതി വിദ്യാഭ്യാസമുള്ളത് ആത്മാവിൽ ആരാധിച്ചു എന്ന് നമ്മൾ പറയുന്നത് ഒക്കെ കഴിഞ്ഞിട്ട് സുവിശേഷം കേട്ടു. സുവിശേഷം കേട്ടപ്പോൾ മാനസാന്തരം ഉണ്ടായി, പാപബോധം ഉണ്ടായി, രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് പരസ്യമായിട്ട് അവൾ ചോദിച്ച ചോദ്യം, ഞാനപ്പോൾ ഈ പറഞ്ഞ അന്യഭാഷ ഏതാത്മാവിലാണ് പറഞ്ഞത്? ഇതുകൊണ്ടൊന്നും എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് പെന്തിക്കോസ്തലി ഗതിയിലായിരിക്കുകയാണ്. മനസ്സിലായോ? കുറേ എക്സ്റ്റേണലായിട്ടുള്ള ഓളത്തിലാണ് വണ്ടി ഓടുന്നത്. ഞാൻ പറഞ്ഞില്ല, രണ്ടാമത്തെ ഘടകമാണ്. അങ്ങനെ വിനയം വരണമെങ്കിൽ മുന്നോട്ടെനിക്കൊരു സ്റ്റെപ്പൊക്കെ, എൻ്റെ ഒരു നല്ല പ്രവൃത്തികൾ, ഞാൻ കൺവെൻഷൻ നടത്തിയതോ ദശാംശം കൊടുത്തതോ പള്ളിയിലെ കേമനായതുകൊണ്ടൊന്നും എൻ്റെ പാപം മോചിക്കപ്പെടത്തില്ല. പാപമോഹം വന്ന് വിനയം അതിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മാനസാന്തരത്തിൻ്റെ രണ്ടാമത്തെ ഘടകമാണ്. 3, പാപത്തെ വെറുത്തിട്ടുണ്ടോ? പാപിയാണെന്നുള്ള ബോധ്യം, അത് കൊടും പാപി. ഞാൻ ദൈവരാജ്യത്തിനൗട്ടാണ്. കർത്താവ് നിക്കോദിമോസ് പോലുള്ള വലിയ പരമഭക്തനോട് പറഞ്ഞതെന്നറിയാമോ? നീ സ്വർഗത്തിൽ പോകുന്ന ടീമല്ലെന്ന്. നമുക്കതൊന്നും വലുതായിട്ട് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇന്നത്തെ ബൈബിൾ കോളേജ് ടീച്ചർ ഡോക്ടറോട് പറയാണ്, നീ സ്വർഗത്തിൽ പോകുന്ന ടീമല്ലെന്ന്. നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനോട് കർത്താവ് പറയാ, നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. ഇങ്ങനെയുള്ള പ്രസംഗം നമ്മുടെ പള്ളി പറഞ്ഞാൽ ആര് നിൽക്കുമെന്നായി പറയുന്നേ? പാപത്തിൽ കിടന്ന് പുടഞ്ഞ് പരിപാടികൾ നടത്തുന്ന പുള്ളികൾ അസ്വസ്ഥരാകും. രണ്ടാമത്തെ ആഴ്ചകൾ ചെയ്താൽ നിങ്ങൾക്ക് ഫോൺ കോൾ വരും, പക്ഷേ 1-2 ദിവസമായിട്ട് അസ്വസ്ഥയാണ്, ഞങ്ങളൊരു ആശ്വാസത്തിന് വേണ്ടിയാണ് വരുന്നത്. പക്ഷേ ഈ പാപം 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 എന്ന് പറഞ്ഞ് തന്നെയല്ലേ പിള്ളേരൊക്കെ രാത്രിയിൽ കിടന്ന് ഞെട്ടി ഉണരുകയൊക്കെ ചെയ്യും. സഭകളെല്ലാം നിയന്ത്രിക്കുന്ന കുറേ അച്ചാച്ചന്മാരുണ്ട് കേട്ടോ. അച്ഛൻ പറയുന്ന പോലെ വേണം പ്രസംഗിക്കാൻ. അച്ഛനെ കിളത്തിയാൽ മതിയാക്കി. നമ്മുടെ അച്ഛൻ ക്ഷീണിതനാണെങ്കിലും ഒന്ന് വന്നിട്ടുണ്ട്. ഗുണപ്പെടാത്ത ഈ അച്ഛനോട് പറ, അച്ഛ താട്ടിപ്പും സ്വർഗത്തിൽ പോകത്തില്ല, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഉപദേശിയുടെ പണി മുടങ്ങും.
പാപബോധം വന്ന് എൻ്റെ മനോഭാവങ്ങൾ, നികള മനോഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കുന്നതോടൊപ്പം ഞാൻ അകപ്പെട്ടിരിക്കുന്ന പാപത്തെ ഉള്ളുകൊണ്ട് വെറുക്കുക. എനിക്ക് വേണ്ടായത്, അല്ലാതെ മനുഷ്യരെ കാണിക്കാൻ സഹോദരന്മാർ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് വല്ലതും വാങ്ങിക്കുന്നുണ്ടാക്കി. ഇതൊക്കെ 1ാം ക്ലാസ് സൂത്രക്കാരനാണ്, മനസ്സിലായോ? എന്തെങ്കിലും വന്നിട്ടുണ്ട്. ഈ ഭാര്യയെ തല്ലുന്നവനും പിന്നെ അങ്ങനെയല്ല, ഇന്ന് തിരിച്ച് ഭർത്താവിനെ തല്ലുന്നോളും. ഇനിയിപ്പോൾ അങ്ങനെയാണ്. കരാട്ടയൊക്കെ പഠിച്ചതല്ല, കൂട്ടിച്ച് വേണം. ഇത് വല്ലതും ഗുണപ്പെട്ടതാണ്. നാലാമത്തെ ഘടകം രൂപാന്തരം, ട്രാൻസ്ഫർമേഷനുണ്ട്. നമ്മൾ വെറുക്കുന്ന ഈ പാപത്തെ നാം സ്നേഹിച്ച് താലോലിച്ച ഈ പാപത്തെ ഉള്ളുകൊണ്ട് വെറുത്ത് എന്നേക്കുമായി വിട പറയാം. നോ, അത് ഉള്ളുകൊണ്ട് തന്നെ. പുറത്തീ വലിയ ഷോയൊക്കെ കാണിക്കുക, ഉള്ളുകൊണ്ട് തന്നെ വെറുത്ത്. ഈ 4 ഘടകമാണ് യഥാർത്ഥ മാനസാന്തരം. ഈ മാനസാന്തരമാണ് പ്രസംഗിക്കേണ്ടത്. അയ്യോ, ഞങ്ങൾ പുകവലി മാറ്റിയാൽ ഞങ്ങൾക്ക് ഹാനികരമായിട്ട് സംഭവങ്ങളാണ്. പുകവലിക്കാണ്. പിന്നെ അത്യാവശ്യമാണെങ്കിൽ രാവിലെ എങ്ങനെയും ഒരെണ്ണത്തിലൊക്കെ നിർത്തുന്നു. ആ സുവിശേഷമല്ല സുവിശേഷം. എല്ലാവരും എൻ്റെ കണ്ണിലോട്ട് നോക്കി. ഇനിയും പറയാനുണ്ട് മാനസാന്തരത്തെക്കുറിച്ച്. മാനസാന്തരപ്പെട്ടു. ഇതുപോലൊരു മാനസാന്തരം ഞാൻ നിങ്ങളെ കളിയാക്കാൻ ചോദിക്കുക. ഇത് നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെടും. ഉപദേശിയാണെങ്കിലും മാനസാന്തരപ്പെടും. മാനസാന്തരപ്പെടാത്ത ഒരെണ്ണത്തിൽ എങ്ങനെ യേശുവുമായിട്ട് ബന്ധപ്പെടാമെന്ന് ഈ പറയുന്നു. ആത്മപ്രവൃത്തിയാലാണ് ഇത് സംഭവിക്കുന്നത്. ഇതാണ് 1ാമത്തെ പെന്തക്കോസ്ത് പ്രസംഗത്തിൽ നടന്നത്. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പാപബോധം അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, വചനമല്ലേ, വാളല്ലേ, ഉള്ളിൽ വെട്ടുക. അവർ ചെയ്ത പാപത്തെക്കുറിച്ചാണ് പത്രോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവരെ അനുദപിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞോണം. എത്ര കുഞ്ഞുങ്ങൾ പ്രിയരെ, നിങ്ങളുടെ എത്ര കുഞ്ഞുങ്ങൾ പാപബോധം വന്ന് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു? അതോ നേരിട്ടങ്ങ് സ്നാനക്കുളത്തിലേക്ക് പോകല്ല? നമ്മൾ ചെയ്തതെന്താ? അല്ല, അവനെക്കുറിച്ച് ദൂതുണ്ട്. അവൻ UK പോകണം. ഇതാണ് ദൂത്. പത്രോസിനോട് ചോദിക്കണം ദൂത്. നിങ്ങളാണ് ഏറ്റവും വലിയ പാപം ചെയ്തത്. അതാണ് പത്രോസിൻ്റെ ദൂത്. പൗലോസിൻ്റെ ദൂത് അതാണ്. അല്ലാതെ പൗലോസും പത്രോസും ന്യൂസിലൻഡിൽ വിടുന്ന ദൂതല്ലേ. അങ്ങനെ മാനസാന്തരപ്പെടുന്നയാൾ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും, പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും, പാപത്തിൻ്റെ അനന്തര ഫലത്തിൽ നിന്നും നീതിയിലേക്ക് തിരിയുക ഉള്ളുകൊണ്ട്. അതാണ് മാനസാന്തരം. അതാണ് മാനസാന്തരം സഹോദരി. ഞാൻ അങ്ങ് നിങ്ങളോട് ചേരാൻ കാര്യം എന്നോട് ദൂത് പറഞ്ഞ സാരിയുടെ കളർ കബോർഡിൽ ഇരിക്കുന്നത് ഇന്നതാണ്. ഓ, കറക്റ്റാ. അപ്പോൾ ഞാനങ്ങ് ചേർന്നതാണ്. എന്തോന്നിന് ചേർന്നേ? എന്ത് പറഞ്ഞ കാര്യം? നമ്മൾ ഏത് മേഖലയിലാണ് വേദനിക്കുന്നത്? ഇങ്ങനെ കുറേ എണ്ണത്തെ കൂട്ടിയാണ് ഒച്ച ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഒരുമിച്ച് ഇന്ത്യ പിടിക്കാൻ പോവാം, അവരെല്ലാം പുരട്ടി വരും. മന്ത്രിസഭയിലൂടെ എല്ലാവരും സ്നാനപ്പെടാൻ പോവാം, ഞാൻ പോയി സ്നാനപ്പെടുത്താൻ പോവാം. എന്തൊക്കെയാണ് ഈ പറയുന്നത്?
യേശുവെ എന്ന് ഉറക്കെ വിളിച്ചു. It is very serious, my dear brothers and sisters. It is very serious. Very serious. എൻ്റെ അഭ്യർത്ഥന കർത്തൃദാസന്മാരായിട്ടുള്ളവരോട്, നിങ്ങൾ അല്പസമയം ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നിട്ട് ഇത് ക്ലാസ് പോലെ നിങ്ങളുടെ ജനത്തിനെടുക്കണം. ചിലപ്പോൾ അവർ വരത്തില്ല, വന്നില്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ സഭയുടെ, അതിനകത്ത് സ്റ്റഡി പോലെ 30 മിനിറ്റോ മാനസാന്തരം ഇട്ട് കൊടുക്കണം. ഈ ജനത്തിൻ്റെ രക്തം നമ്മളോട് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള മെസ്സേജ് ഒന്നും ആർക്ക് ഇഷ്ടമല്ല. ഞാൻ സുരക്ഷിക്കുന്നത് ഇതൊക്കെ പറയുന്ന ഉടനെ ഇപ്പോൾ കംപ്ലൈൻറ്റ് ഇപ്പോൾ 1-2 കിട്ടി എനിക്ക്. കുത്തി പ്രസംഗിക്കുക. അപ്പോൾ എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്? വാർത്തലയില്ല. ശരിക്കും ഈ മാനസാന്തരം എന്ന വാക്കിന് അർത്ഥമാക്കുന്നത് 180 ഡിഗ്രി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിയുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പാപത്തിൽ ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാപബോധമുണ്ടായത്. പാപത്തെ ഞാൻ വെറുക്കുന്നു. എൻ്റെ പൊങ്ങച്ചം പറയാതെ ദൈവസന്നിധിയിൽ അടിയറവ് പറയുന്നു. എന്നേക്കുമായി തീരുമാനമെടുക്കുന്നു പറഞ്ഞാൽ ഞാൻ നേരെ അങ്ങ് തിരിയുകയാണ് ദൈവത്തിലേക്ക്. അതാ മാനസാന്തരം. ദിക്ക് മാറി ഇങ്ങോട്ട് ഞാൻ പോകുമ്പോൾ ഒരു പാപം പിന്നെ വന്നിട്ടില്ലെന്നല്ല, എത്രയോ ബലഹീനതകളും വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ദിക്ക് ഞാൻ മാറി. ഇനി ബലഹീനത വരുമ്പോഴും അവിടെ എഴുന്നേറ്റ് ശുദ്ധീകരണം പ്രാപിച്ച് പിന്നെ മുന്നോട്ട് പോവുകയാണ്. മറ്റത് ഞാൻ പിശാചിൻ്റെ സന്തതിയായി വേറെ ഒരു ദിക്കിലേക്ക് പോകുകയാണ്. നാശത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷം കേട്ടു. ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നെ ആകർഷിച്ചു. അതിൻ്റെ 1-ാം പടിയാണ് പാപബോധം. ആത്മാവിലായി ആത്മാവ് ചെയ്യുന്ന ക്രിയയാണ് വചനത്താൽ ഞാൻ തിരിയുകയാണ്. To God, to Christ, entering the narrow way. പാപം ഉപേക്ഷിച്ച് നീതിയെ പിന്തുടരാനുള്ള ആഗ്രഹമാണ് 180 ഡിഗ്രി തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. നല്ലൊരു ഉദാഹരണം 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 9-10 വാക്യം ഞാൻ വായിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ, ഇതാ മാനസാന്തരം, വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു എന്നും അവർ തന്നെ പറയുന്നു. ആ 180 ഡിഗ്രി ടേണിംഗ് ടു ഗോഡ്. ഒരു വാക്യം നിങ്ങൾ വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിന് 18-ാം വാക്യം. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കും. ഒരു വാക്യം കൂടെ. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, അല്ലല്ല, അവിടെയല്ല, അതിൻ്റെ 20-ാം വാക്യം.
ആദ്യം ദമസ്കസിലും യെരുശലേമിലും യഹൂദ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം. എങ്ങനെ അറിയാം ഒരു സ്ത്രീയോ പുരുഷനോ മാനസാന്തരപ്പെട്ടത്? പോയ ദിക്കിൽ നിന്ന് നേരെ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാൽ പിന്നീട് വെളിപ്പെടുന്ന പ്രവൃത്തികളാൽ അറിയാം അച്ഛൻ പണ്ടത്തെ ആളല്ല കേട്ടോ. മാനസാന്തരത്തിന് യോഗ്യമായ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു കഥയാണോ തോന്നുന്നത് എനിക്ക്. മാനസാന്തരപ്പെട്ടാൽ വീട്ടിലെ പൂച്ച വരെ ഇറങ്ങി. അതെന്താ? നേരത്തെ കയറി ഓരോ ഒഴി ഒഴിക്കുന്നത്. കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് പൂച്ചയ്ക്കൊരു സംശയം, എന്ത് കിട്ടേണ്ടത് കിട്ടിയില്ല. അതാ മാനസാന്തരപ്പെടും. പ്രിയരെ, ദൈവസ്നേഹത്തിൽ താഴ്മയോടെ ഞാൻ ചോദിക്കുക. ഞാനിപ്പോൾ ഇതൊരു വലിയ സബ്ജക്റ്റ്. യോഹന്നാൻ സ്നാപകൻ മാനസാന്തരം പ്രസംഗിച്ചു, കർത്താവായ യേശുക്രിസ്തു ഇത് പ്രസംഗിച്ചു, അത് ഞാൻ വാക്യങ്ങൾ വായിച്ചു. അപ്പോസ്തലന്മാരുടെ എല്ലാം മെയിൻ വിഷയം ഇതാണ്, മാനസാന്തരം. ഇനി കർത്താവ് ഏറ്റവും അവസാനം പറഞ്ഞ ദൂതെന്നോന്ന് അറിയാം, ലവോദിക്ക സഭയുള്ള ബന്ധത്തിൽ മാനസാന്തരം. ചിലർക്ക് മാനസാന്തരം പെന്തിക്കോസിൽ പ്രസംഗിച്ചു, ഇവിടെ ആണോ ഇതൊക്കെ പ്രസംഗിക്കാറുണ്ട്? പിന്നെ ഇവിടെ അതല്ല, വെളിയിലാണ് പോയി ഓപ്പൺ എയർ വലിയ പ്രസംഗിക്കുന്നത്. അവൻ സഹായത്തിൽ പ്രസംഗിക്കും മാനസാന്തരപ്പെട്ട മാനസാന്തരം. യേശു എന്താ പ്രസംഗിച്ചിരിക്കുന്നു? അവിടെ സ്നേഹത്തിൽ ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഈ ലോക്കൽ ചർച്ചിലുള്ള എത്ര പേർക്ക് ജെനുവിൻ മാനസാന്തരമുണ്ട്? 50 പേരുള്ള 30 പേരുള്ള ഒരു സഭയാണെന്ന് ഇരിക്കട്ടെ. 50 പേരെന്ന് പറയുമ്പോൾ ഒരു 16-17 കുടുംബം അല്ലെങ്കിൽ ഒരു 20 കുടുംബം എന്നിരിക്കട്ടെ. ഇതിൽ ശരിക്കും മാനസാന്തരപ്പെടുത്താൻ എങ്ങനെ അറിയാം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാണിക്കും. മാനസാന്തരം ഭയങ്കര പാടാണ്. പരിശുദ്ധാത്മാവിനെ അല്ലാതെ പറ്റില്ല, ദൈവം സഹായിക്കാതെ പറ്റില്ല. കാരണം പാപിയാണെന്ന് ബോധ്യമായി എന്നെ കൊണ്ട് ഒരു പണിയും കൊള്ളത്തില്ല, എൻ്റെ ഒരു പ്രവൃത്തികൾ കൊണ്ടും കൊള്ളത്തില്ല. ഞാൻ അടിയറന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ആ രക്ഷണ്യ പ്രവൃത്തി എളിമയോടെ ഒരു ശിഷ്യനെ പോലെ ഞാൻ തിരിയണം. അത് ഭയങ്കര പാടാണ്. നമുക്കൊരു പ്രശ്നമുള്ളത് ഈഗോ പ്രശ്നമാണ്. അതിനെ പറയുന്നൊരു വാക്കാണ്. അങ്ങനെ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊന്ന് കുടുംബാവി മദ്രാസിലെ മോനെ പോലെയൊന്നും അല്ല. അതെന്താ? നമ്മുടെ ഈഗോ പ്രശ്നമാണ്. നമ്മളും അത് തന്നെയാണ്. ഈ ഹിറ്റ്ലറും സദ്ദാം ഹുസൈനും ഒക്കെ ചെയ്ത ഇത് മുഴുവൻ ചെയ്യാൻ പാവിക്ക് ഒക്കും. വേദപുസ്തകം പഠിച്ചാൽ മനുഷ്യൻ്റെ നേച്ചർ, ആദമിൽ നിന്ന് കിട്ടിയ ഈ നേച്ചർ ഉണ്ടല്ലോ, ഡിപ്രൈവ്ഡാണ്, കറപ്റ്റാണ്, ഏതറ്റം ഒരു ദൈവഭയവും ഇല്ലാത്തതാണ്. അതാ നമ്മുടെ പിള്ളേരെ നിങ്ങളുടെ ശരിയായിട്ട് ഈ അനുഭവത്തിലൂടെ വരാത്ത മുഴുവനും കറപ്റ്റാണ്. നമ്മളെ കാണുമ്പോൾ ഈ പമ്മിയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്ട് കൂടി ടീമാണ്. ആദാമിൻ്റെ സന്തതിയല്ലേ? ഒരു ദൈവഭയവും ഇല്ലാത്തവരും മത്സരിയുമാണ്. ഏത് പെണ്ണും ഏതാണ്? മാനസാന്തരപ്പെടാതെ ഇരിക്കുന്നത് കാണിക്കുന്നത്. ഞാൻ ഒരിക്കലും വയ്യനോട് ചോദിച്ചു, എടാ നീ രക്ഷിക്കപ്പെട്ടോ? ഓ ഇല്ല. ഞാൻ ചോദിച്ചടാ രക്ഷിക്കപ്പെട്ടില്ലല്ലേ, നീ എവിടെ പോകുന്നറിയോ? അത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? 1ാം ക്ലാസ് റിബലാണ് അവൻ. എന്താണ് മാനസാന്തരപ്പെടാൻ വയ്യാത്തത്? പാപത്തെ അത്ര ഇഷ്ടമാണ്. വേദപുസ്തകമാണ് പറയുന്നത്, ഞാൻ കയ്യിൽ നിൽക്കൊന്നും പറയല്ല. വെളിച്ചത്തെ ഇഷ്ടമല്ല, ഇരുട്ടിനെ വെളിച്ചത്തെക്കാൾ ഇഷ്ടമായതുകൊണ്ടാണ് മാനസാന്തരപ്പെടാത്തത്. അപ്പോൾ നമ്മൾ അല്ല അവന് നല്ലവരാ, ഓരോ നല്ലവനുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. നമ്മളങ്ങ് വേദപുസ്തകത്തെക്കാട്ടിൽ അങ്ങ് ഭക്തിയാകരുത് കേട്ടോ. വേദപുസ്തകത്തിൻ്റെ പ്രമാണം ഞാൻ പറയുന്നത്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് സകല മനുഷ്യനും ആദാമിൻ്റെ സന്തതിയിൽ നിന്നുള്ള മുഴുവൻ പാപിയാണ്.
നമ്മൾ നാട്ടിൽ കേൾക്കുന്ന വലിയ കൂടിയ വൃത്തികേട് കാണിച്ചില്ലെങ്കിലും ആള് അത് ചെയ്യാൻ തക്കവണ്ണം അവനിൽ കെൽപ്പുണ്ട്. അവൻ ഡിപ്രൈവ്ഡ് ആണ്, ദൈവവുമായി ഒരു ബന്ധവുമില്ല. അപകടമാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്കാൻ പഠിപ്പിച്ച് സ്റ്റെത്തസ്കോപ്പ് ഇടാം. അപ്പോൾ അങ്ങനെ നമ്മൾ വലിയ ഇതായിട്ട് സ്റ്റെത്തസ്കോപ്പ് ഇട്ട് രാജസ്ഥാനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. മിഷണറി ഡോക്ടർ. ഇത് ഉറക്കത്തിൽ പോകുമോ? ദൈവവുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? മിഷണറിയാണെന്ന് പിന്നാട്ട്. ഇത് പറ്റിയതെന്താ? മടങ്ങി ഞാൻ ആദ്യത്തെ വിഷയത്തിലേക്ക് വരിക. വചനമില്ല. നല്ല ശതമാനം ഉപദേശിമാരും പ്രൊഫഷണൽസായി സ്ഥലം മാറി ചെല്ലുമ്പോൾ ആദ്യം ജോലി എന്താ കിട്ടും? അത്രേ ഉള്ളൂ. അപ്പോൾ കേന്ദ്രത്തിൽ വിളിച്ച് വേറെ ബുക്ക് ചെയ്യുക. ഞാൻ ഒരു വർഷം എങ്ങനെയും കടിച്ച് പിടിച്ച് ഇരിക്കുക. ഭാര്യയോട് വേണ്ടി എല്ലാ പാക്കറ്റൊന്നും പൊട്ടിക്കണ്ട, അടുത്ത വർഷം ഞാൻ ബുക്ക് ചെയ്തിരിക്കും. അതിനെ വലിയ മിടുക്കന്മാർ ചെയ്ത് നേതാവിനെ വിളിച്ചൊരു കൺവെൻഷൻ നടത്തി പുള്ളിക്ക് ഒരു നല്ല ഒരു ടിപ്പൊക്കെ കൊടുക്കുക. അതിന് പറയുന്ന പേരാണ് കൈക്കൂലി. എന്തിനാണ്? വരുമാനമുള്ളിടത്ത് പോവാം. എന്തോ പ്രസംഗിക്കാനാണ്. ആദായ മാർഗം എന്ത് ചെയ്യും? ഇത് പലതും ഒരു ഉണർവില്ലല്ലേ? ഞാൻ വേണേ മറ്റേ ഒരു ഓളമായി സഹോദരി സഹോദരന്മാരെ, ആരോടുള്ള അസൂയയിൽ നിന്ന് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സകല ഈ വലിയ മഹാന്മാരായ ഉണർവ് സംഘത്തിൽ സ്ഥിരമായി ഞാൻ പ്രസംഗിക്കുമായിരുന്നു. കർത്താവിൻ്റെ കാഴ്ചപ്പാട് മാറ്റി എന്നെ മനസ്സിലാക്കി ചർച്ചിനകത്ത് ആളുകളെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുക. ഞാൻ അവിടെയാണ് തിരിഞ്ഞ കാര്യങ്ങൾ ശരിക്കും കുറച്ചുകൂടെ പഠിക്കണം. എനിക്ക് മനസ്സിലായി ഇതിനകത്തെ അപകടം. ഒരു പ്രശ്നവുമില്ല. 1000 പേര് ഓഡിയൻസായിട്ട് കേട്ടു. നമ്മൾ സവായാലും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം അവസാനം കൊണ്ടല്ലോ ഒരു പിടി വീഴും. ഒരിക്കലും മരിക്കും. പിന്നെ പക്ഷെ അന്നേരം ഇറ്റ് വിൽ ബി ടു ലേറ്റ്. അയ്യോ, എൻ്റെ വ്യാഖ്യാനം തെറ്റിപ്പോയി, അല്ലോ അങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെ മതിയായിരുന്നു. ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ള പിള്ളേരെ രക്ഷപ്പെടുത്ത്, പിള്ളേരെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുത്ത്. എൻ്റെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് വിഷയമല്ല, എനിക്ക് നീ പാപമോചനം എന്നുള്ളത് പറയേണ്ടത്. എന്നാൽ എൻ്റെ ഉള്ളത്തിൽ അത് വന്നുകൊണ്ട് പറയാം. എനിക്ക് മനസ്സിലായത് മക്കൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഡയറക്റ്റ് ഉത്തരവാദികൾ മാതാപിതാക്കൾ. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററൊന്നുമല്ല. നമ്മൾ സൺഡേ സ്കൂളിലും പിന്നെ യൂത്ത് മീറ്റിംഗ് അത് അവർക്ക് ഏൽപ്പിച്ചിരിക്കുക. അവരെല്ലാം നമ്മുടെ പിള്ളേരെ ഗുണപ്പെടുത്തണം. എനിക്കിത് എവിടുന്ന് മനസ്സിലായെന്ന് പറയാം. ആവർത്തന പുസ്തകം പഠിച്ചപ്പോൾ മനസ്സിലായത് മോശെ മാതാപിതാക്കളോട് അടിയന്തരമായി പറയുന്നത്, ഈ ദൈവത്തിൻ്റെ പ്രമാണത്തെ നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ മനസ്സ് അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വാക്യങ്ങളിൽ എടുക്കുന്നില്ല, വാക്യങ്ങൾ ഇഷ്ടംപോലെ വാക്യങ്ങൾ. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രമാണത്തെക്കുറിച്ചും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ നമ്മുടെ തലച്ചോറിനകത്ത് കയറിയത് കൊച്ചുണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യുന്നത് ഇവനെ എങ്ങനെ MBBS കയറ്റാം, ഇവനെ എങ്ങനെ. ഈ താൽക്കാലിക കാര്യമാണ് ദൈവത്തിൻ്റെ ആത്യന്തിക നന്മയെന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മൾ. ആത്യന്തിക നന്മ ഘനമേറിയതും നിലനിൽക്കുന്നതുമായ നിത്യജീവൻ,
അതിൽ നിന്ന് ഈ കൊച്ചിനെ ഡൈവേർട്ട് ചെയ്തത് മാതാപിതാക്കളാണ്. കൊട്ടും വഞ്ചനയാണ് കുട്ടി കുടിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. മാനസാന്തരം അല്പമായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സഹോദരി, നിങ്ങൾ വ്യക്തിപരമായി മാനസാന്തരം എന്ന സബ്ജക്റ്റ് ഒന്ന് പഠിക്കും. ഞാൻ ദൈവവചനപ്രകാരം പറയാത്ത നിങ്ങളുണ്ട്, പക്ഷെ നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറാകും. എന്നിട്ട് ആ സത്യമല്ലേ നമ്മൾ ഉപദേശിക്കേണ്ടത്? അത് പ്രസംഗിക്കാനല്ലേ കൽപ്പന വന്നിരിക്കുന്നത്? നിങ്ങൾ നിൽക്കുന്ന മിറ്റം കൺവെൻഷനിലും വലിയ കൺവെൻഷനിലും മാനസാന്തരം പ്രസംഗിക്കുന്ന എത്ര ഉപദേശമായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ന്യായം, എല്ലാവരും നമ്മുടെ ആളുകൾ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താ വേണ്ടി? പിന്നെ 666 ആരാ ചാർട്ടിട്ട് തെളിയിക്കുക. അത് തെളിഞ്ഞിട്ട് എന്നാ കിട്ടാൻ? അല്ല, എന്നാലും സിറിയ നാമോ വരുന്നു, ഇറാഖി നാമോ വരുന്നു. ആ പണ്ഡിതനിങ്ങനെ ഈ പണ്ഡിതനിങ്ങനെ പറഞ്ഞു. മാനസാന്തരപ്പെട്ടോ? അതല്ല, നമ്മുടെ ആളുകളാണ് ഹോൾസെയിലായിട്ട് മാനസാന്തരപ്പെടാതെ 666 ന്യൂവാൻസസ് പഠിച്ചുകൊണ്ടിരിക്കുക. സംഘാടകർ മാനസാന്തരപ്പെടണം. ഇതെല്ലാം പറ്റുന്നത് എന്തെന്നറിയാമോ? നമുക്കാളിനെ കൂട്ടണം. നമുക്ക് ഈ മാനസാന്തരവും ഇവൻ ഗുണപ്പെടണം തുറക്കത്തും ഇതൊന്നും അല്ല വിജയം. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ കൺവെൻഷന് അവരൊക്കെ ആയിരുന്നു നേതൃത്വം കൊടുക്കുന്നത്. 150 പേരെ വന്നുള്ളൂ. ഈ പ്രാവശ്യം ഞങ്ങൾ ഇറക്കുന്ന പുള്ളി. ഇറക്കുക എങ്ങനെ? ഹെലികോപ്റ്റർ ഞങ്ങൾ ഇറക്കുക. വലിയ വലിയ പുള്ളിയാണ്. പുള്ളി വന്നാൽ വരുമ്പോൾ തന്നെ ഒരു കാറ്റടിക്കുക. ഓളം. ആ പുള്ളി എന്ത് ചെയ്തു? ആ പുള്ളി വേദപുസ്തകം തുറന്നു. വേദപുസ്തകം പോലും തുറക്കാതെ എന്തൊക്കെയോ എവിടൊക്കെയോ തൊട്ട് പറഞ്ഞ്, പക്ഷെ നന്നായി ആരാധിച്ചാണ്. 500 പേര് കൂടി. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം സംഘാടകനായ ജോർജ് കുട്ടിയെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരു നോട്ടമുണ്ട്. ബ്രദറെ പഠിക്കും, ബ്രദറെ എങ്ങനെ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും പറയും എന്താ സാമിനെ തന്നെ എടുക്കും, സാൻകുട്ടിയെ എടുക്കും. കാരണം 100 പേര് വന്നു. അപ്പൊ ഇതെല്ലാം കളി എവിടാ? സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ എന്താ അതിന് പറയുന്നൊരു നമ്മുടെ ഒരു വാക്കുണ്ട്, ഈ കെട്ട. അത് നമുക്കറിയാവുന്ന ഭാഷയല്ലേ? കെട്ടിക്കെട്ടി വട്ടം കെട്ടി ചുറ്റിക്കെട്ടി കെട്ടല്ലേ, എല്ലാം ഒരു കെട്ട. അഴിയട്ടെ. ഈ കെട്ടഴിയാൻ മാനസാന്തരപ്പെട്ടാൽ അഴിഞ്ഞോളും. മാനസാന്തരം എപ്പോഴാണ്? ആര് പ്രസംഗിച്ചിട്ടുണ്ട്? നീ എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തിരിയണം. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. നെവർ ടു ലേറ്റ്. ഒന്നും കൈവിട്ടു പോയിട്ടില്ല. ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റ് നമ്മുടെ അന്തരാത്മാവിൽ ബോധ്യം തരുന്നുണ്ട്. എന്നോട് ഉറക്കാൻ നിൽക്കരുത്. എടാ, ഇയാൾ പറഞ്ഞ ശരിയാണ്, ഞാൻ തിരിയുക. ഇന്ന് രാത്രി പിള്ളേരെ വിളിക്കണം. മോനെ, പപ്പായ്ക്കും മമ്മയ്ക്ക് ഇത്രയും അറിയത്തില്ല. ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട അടിയന്തര മെസ്സേജ് മറച്ചു വെച്ചു. മോനെ, നീ സ്വർഗത്തിൽ പോകണം. പപ്പ ഉണ്ടാക്കിയ പണം കൊണ്ട് പോകത്തില്ല. നമ്മുടെ വള്ളിക്കാരൻ നമ്മളെ കൊണ്ടുപോകത്തില്ല. നീ മാനസാന്തരപ്പെട്ടോ മോനെ. ഈട്ടിവാള് പോലെ അവൻ്റെ ഹൃദയത്തിൽ അത് പതിയും. അപ്പം എന്ത് പറ്റി? ദൈവം ഇടപെട്ടു. മാനസാന്തരവും പാപമോചനവും. ഇങ്ങനെ ദൈവത്തിങ്കലേക്ക് തിരിയുന്ന ആളിനോടുള്ള
ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഔദാര്യമായി ദാനമായി പാപമോചനം, പാപക്ഷമ കിട്ടും, മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ തിരിയുന്നു. അതെങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ദാനമായിട്ട് കൊടുക്കാൻ ഒക്കുന്നത്? അതിൻ്റെ കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ത്യാഗ മരണം നിമിത്തം ഇപ്പോൾ ആളുകൾക്ക് സൗജന്യമായി ആത്മരക്ഷ കൊടുക്കുവാൻ വാതിൽ തുറന്നിരിക്കുന്നു. ഇത് ശിഷ്യന്മാർ ട്രെയിൻഡാണ്, അറിയണം. അതിനാണ് കഷ്ടാനുഭവങ്ങളും ക്രൂശ് മരണവും. നാൽപ്പത്തേഴാം വാക്യത്തിൽ ഞാൻ രാവിലെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ആദ്യം അവർ പ്രസംഗിക്കേണ്ടത് യെരുശലേമിൽ തുടങ്ങണം. ദൂത് അവിടെ തന്നെ ഇല്ലേ? ഏറ്റവും വലിയ ഭാവികൾ മശിയായെ ക്രൂശിച്ചവർക്ക് ദി ഓഫർ ഓഫ് ഫർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ദൂതുണ്ട്. എടാ, ഏത് പാപിയാണെങ്കിലും ദൈവം റെഡിയാണ് ക്ഷമിക്കാൻ. ദൈവം റെഡിയാണ് ക്ഷമിക്കാൻ. നീ തിരിയുകയാണെങ്കിൽ സൗജന്യമായി നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവം മക്കളെന്ന പദവിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. പാപമോചനമാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. ഒരു മതത്തിലുമില്ലാത്ത ദൂതല്ലേ കയ്യിൽ തന്നിരിക്കുന്നത്. അത് പോയി ചെയ്യ, ഇത് പോയി ചെയ്യ, അവിടെ പോ, ചാട് മറിയ, ഉരുള, ഒന്നും വേണ്ട. ചെയ്യാനുള്ളതെല്ലാം തമ്പുരാൻ ക്രിസ്തുവിൽ ചെയ്തിരിക്കുന്നു നിനക്ക് വേണ്ടി. Turn to God. ഈ അടിയന്തര മെസ്സേജ് പറയാനാണ് സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. സുവിശേഷീകരണത്തിലെ അടിയന്തര മെസ്സേജാണ് മാനസാന്തരം. ചേർന്ന് നിൽക്കുന്നത് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ പാപക്ഷമയുണ്ട്. അത് യെരുശലേമിൽ തുടങ്ങണം. അതെങ്ങനെയാണ് നടന്നത്? ഞാൻ ഒറ്റ വാക്കി കണ്ട് ക്രൂശിലാണ് നടന്നത്. അതിൽ ചെറിയ വിശദീകരണം ഞാൻ തരാം. ഈ സമയത്ത് ഉറങ്ങരുത്, ഇത് കേൾക്കണം. എന്താണ് ക്രൂശിൽ നടന്നത്?